ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു മാങ്ങാച്ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ മാങ്ങാച്ചമ്മന്തിയൊക്കെ കാണുമ്പോൾ ചിലർക്കെങ്കിലും ഒന്ന് വായിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ വീട്ടുമുറ്റത്ത് മാവൊക്കെ ഉണ്ടെങ്കിൽ അതുമേൽ മാങ്ങയൊക്കെ ഉണ്ടാവുന്ന സമയമാണിപ്പോൾ. അപ്പോൾ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നല്ല പച്ച മാങ്ങ പറിച്ചിട്ട് മുളകൊക്കെ ചുട്ടരച്ച് നല്ലൊരു ചമ്മന്തിയൊക്കെ തയ്യാറാക്കിയിട്ട് ചോറുണ്ണാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ചമ്മന്തിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ 4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ അടുപ്പിലെ കണലിലിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ചുട്ടെടുത്തിട്ട് ചമ്മന്തി അരക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ പച്ചമുളക് ചേർത്തിട്ട് നമ്മൾ മാങ്ങാ ചമ്മന്തി അരച്ചെടുക്കാറുണ്ട്. പക്ഷേ ഈ മുളക് ചുട്ടെടുത്ത് ഉണക്കമുളക് ചുട്ടെടുത്ത് ചമ്മന്തി അരക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാങ്ങ അതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് നേരത്തെ ചുട്ടെടുത്തിട്ടുള്ള ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. മുളകൊന്ന് ഇതുപോലെ മുറിച്ചിട്ടിട്ട് കൊടുക്കാം. പിന്നെ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ നിങ്ങൾ പുളിയില്ലാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഇത്ര തേങ്ങ വേണ്ടി വരില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ജാർ അടച്ച് വെച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മാങ്ങാ ചമ്മന്തി ഇവിടെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ പച്ചമാങ്ങയൊക്കെ ഉള്ള സമയത്ത് നമുക്കിതുപോലെ മുളകൊക്കെ ചുട്ടരച്ചിട്ട് നല്ലൊരു മാങ്ങ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ണാം. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്